പല ആൾക്കാരുടെയും വിചാരം എന്താണ്? ഞാൻ സ്വഭാവങ്ങളിലും അതേപോലെ തന്നെ കർമ്മങ്ങളിലൊക്കെ ഉഷാറാണ്, മെച്ചമാണ്, മറ്റുള്ളവരൊക്കെ വളരെ മോശമാണ്. അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ പല മുസ്ലിമീങ്ങളുടെയും മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ച ഒരു ഹദീസിൽ, സഹീഹായ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, إذا قال الرجل هلك الناس فهو أهلكهم. قال أبو إسحاق لا أدري أهلكهم بالنصب أو أهلكهم بالرفع. അതായത് എന്താണ് ഹദീസിൻ്റെ അർത്ഥം? ഇദാ ഖാല റജുലു, ഒരാൾ പറഞ്ഞു, ഹലക്കന്നാസു, ജനങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് വല്ലവനും പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ നശിച്ചവൻ എന്ന് നബി വസല്ലം പറഞ്ഞു. എന്താണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം? ഇമാം നവവി പറഞ്ഞു, ഖാല അൽ ഇമാം നവവി വത്തഫഖ അൽ ഉലമാഉ അലാ അന്ന ഹാദ الذم انما هو في من قاله على سبيل الإزراء على الناس واحتقارهم وتفضيل نفسه عليهم وتقبيح أحوالهم لأنه لا يعلم سر الله في خلقه. പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഹദീസ് ജനങ്ങളെ ആക്ഷേപിക്കുകയും പുച്ഛിക്കുകയും അവരെക്കാൾ തനിക്ക് പദവിയുണ്ട്, അവരെക്കാൾ താൻ ഉത്കൃഷ്ടനാണ് എന്ന ധാരണ വെച്ച് പുലർത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ജനങ്ങളൊക്കെ മോശമാണ്, എല്ലാവരും മോശമാണ്, ഞാൻ നല്ല കുട്ടി, ഞാൻ നല്ല ആളാണ്, ഞാൻ മുത്തഖിയാണ്, ഞാൻ സാലിഹാണ് എന്നൊരു ധാരണ ഒരാൾ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ സഹോദരന്മാർ ചിലപ്പോൾ ചില പാപങ്ങൾ, ന്യൂനതകൾ, പലർക്കും പല ന്യൂനതകളും ഉണ്ടാകും. പക്ഷെ എല്ലാവരുടെയും നല്ല ബന്ധം, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, തെറ്റായ വലുതും കണ്ടിട്ടുണ്ടെങ്കിൽ ഉപദേശിക്കുക, നസീഹത്ത് കൊടുക്കുക എന്നല്ലാതെ എല്ലാവരിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട് ഞാൻ മാത്രം ഒരു ശുദ്ധൻ, ഞാൻ മാത്രം ഭക്തൻ എന്നൊരു ധാരണ, അഹങ്കാരം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇമാം നവവി പറഞ്ഞു, فأما من قال ذلك تحزنا لما يرى في نفسه وفي الناس من النقص في أمر الدين فلا بأس عليه. ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലല്ലാതെ തന്നെ ധാരാളം ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ മതവിഷയങ്ങളിൽ, മതപരമായ നിർദ്ദേശങ്ങൾ, കാര്യങ്ങളൊക്കെ പാലിക്കുന്ന രംഗത്ത് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്, പല ന്യൂനതകളും ഉണ്ടായിട്ടുണ്ട് എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി ഇമാം നവവി ഉദ്ധരിക്കുന്നു. ഇതുപോലെ കമാ ഖാല ലാ അഅരിഫു മിൻ ഉമ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അന്നഹും യുസല്ലൂന ജമീഅൻ എന്ന ഒരു സഹാബിയുടെ വചനം പോലെ. ഇതാരുടെ വചനമാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വചനമാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, അതായത് ലാ അഅരിഫു മിൻ ഉമ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അന്നഹും യുസല്ലൂന ജമീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൽ ദീനിയായ ഒരു കാര്യവും ഞാൻ അവരിൽ നിന്ന് കണ്ടിട്ടില്ല, അവർ ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് എന്നതല്ലാതെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പല വീഴ്ചകളും പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാ സഹാബിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹം പിന്നീട് ഷാമിലാണ് മാറി താമസിച്ചത്. ഷാമികളുടെ ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ, പാരായണ വിഷയത്തിൽ അവരുടെ ഉസ്താദായിരുന്നു, ഗുരുവായിരുന്നു, ഷെയ്ഖായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹു. ഉവൈമിർ ഇബ്നു സൈദ് എന്നാണ് അബൂദർദാ റളിയല്ലാഹുവിൻ്റെ പേര്. എന്താണ് പേര്? ഉവൈമിർ ഇബ്നു സൈദ്. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, وكأن ذلك صدر من أبي الدرداء في أواخر عمره وكان ذلك في أواخر خلافة عثمان ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അബൂദർദാഇൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തിലാണ് ഈ കാര്യം പറഞ്ഞതെന്ന്. ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് നേരിട്ട് പഠിക്കുകയും
ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത അബൂദർദാ റളിയല്ലാഹു അൻഹു പിന്നെ ചില മാറ്റങ്ങളൊക്കെ കണ്ടു. ഇത് സഹാബിയുടെ സലഫുസ് സാലിഹീങ്ങളുടെ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്? അതായത് ദീനിൻ്റെ വിഷയത്തിൽ പല മാറ്റങ്ങളും പല ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പറയാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുകയാണ്, അബൂദർദാഇൻ്റെ ഈ വചനം ഏത് സന്ദർഭത്തിലാണ് ഉണ്ടായതെന്ന് വിശദീകരിച്ചതിന് ശേഷം പറയുന്നു, ഫയാ ലൈത ശിഅരി ഇദാ കാന ذلك العصر الفاضل بالصفة المذكورة عند أبي الدرداء فكيف بمن جاء بعدهم من الطبقات إلى هذا الزمان. അതായത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് പല ന്യൂനതകളും പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന നിലക്ക് നമസ്കാരം മാത്രമാണ് ശരി, ബാക്കിയൊക്കെ മോശമാണെന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥ അബൂദർദാ കണ്ടിരുന്നുവെങ്കിൽ എത്രമാത്രമാണ് നമ്മളൊക്കെ അധപതിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം വീഴ്ചകളാണ് നമ്മിൽ നിന്ന് വരുന്നതെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയുണ്ടായി. കാരണം ഇബ്നു ഹജർ ഹിജ്റ 9-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ച കാലഘട്ടം. അതായത് ഹിജ്റ 852 ഇബ്നു ഹജർ അസ്ഖലാനി വഫാത്തായത്. പ്രിയ സഹോദരന്മാരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയെടുക്കേണ്ടതാണ്. അതായത് ഹുസ്നു ദന്നി ബി അഖീക്കൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ സംബന്ധിച്ച് നല്ല രീതിയിൽ കരുതുക, നല്ല ധാരണകൾ വെച്ച് പുലർത്തുക. വ്യക്തമായ പ്രകടമായ 100% നമുക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ നമ്മുടെ മുന്നിലില്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അപരാധം പറയാൻ പാടില്ല, തെറ്റായ ഊഹങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം വളരെ കണിശമായ ഭാഷയിൽ നമ്മെ നിർദ്ദേശിക്കുന്നതാണ്.